എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗുരുപൂർണിമയാണ്. ഇന്നൊരു സുഹൃത്ത് ചോദിക്കുകയുണ്ടായി, ആരാണ് അല്ലെങ്കിൽ എന്താണ് ഒരു യഥാർത്ഥ ഗുരു? ഇത് വളരെ ലളിതമായി ഒന്ന് പറഞ്ഞു തരാൻ സാധിക്കുമോ? അദ്ദേഹവുമായി പങ്കുവച്ച ഒരു ആശയം. എന്താണ് ഗുരു എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹവുമായി പങ്കുവച്ച ഒരാശയം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ഇവിടെ പങ്കുവയ്ക്കുന്നു. മറ്റൊരു ഗുരുവിനെ സൃഷ്ടിക്കുന്നതാരോ, അദ്ദേഹമാണ് ഒരു യഥാർത്ഥ ഗുരു. മറിച്ച് തനിക്ക് ചുറ്റും അനുചര വൃന്ദത്തെയോ ആരാധക വൃന്ദത്തെയോ ആശ്രിതരെ അല്ലെങ്കിൽ ശിഷ്യരെ തന്നെയോ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഗുരുവാകുന്നില്ല. മറിച്ച് തൻ്റെ അരികിലെത്തുന്ന ആർത്തനും ദീനനും വ്രണിതനും ജിജ്ഞാസുവുമായ ജീവിതത്താൽ പരീക്ഷിക്കപ്പെട്ട ജീവിതത്തിൻ്റെ തീപ്പൊള്ളലേറ്റ ഒരു ആത്മാവിനെ, ഒരു ജീവനെ തുടക്കത്തിൽ സാന്ത്വനമേകിയും അതിനുശേഷം ദുഃഖത്തിൻ്റെ കാരണങ്ങൾ പറഞ്ഞുകൊടുത്തും ഒടുവിൽ ദുഃഖമോചനം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തും ആനന്ദത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക്, സ്വാശ്രയത്വത്തിലേക്ക് നയിക്കുന്നതാരോ, അദ്ദേഹമാണ് ഒരു യഥാർത്ഥ ഗുരു. പ്രകൃതിയിൽ നിന്ന് നമുക്കിതിന് പഠിക്കാൻ പറ്റും. ഒരു അമ്മപ്പക്ഷി അതിൻ്റെ കുഞ്ഞിനെ എപ്രകാരമാണോ വളർത്തുന്നത്, എപ്രകാരമാണോ അതിൻ്റെ ചിറകുകൾക്ക് ബലമായി കഴിയുമ്പോൾ ആ ചിറകുകളെക്കുറിച്ച് അതിനെ ഓർമ്മിപ്പിക്കുന്നത്, കാറ്റിനും ആകാശത്തിനും അതിനെ വിട്ടുകൊടുക്കുന്നത്, അതിനെ സ്വതന്ത്രമാക്കി വിടുന്നത്, അതുപോലെയാണ് ഒരു ഗുരു തൻ്റെ അരികിലെത്തുന്ന മറ്റൊരു ജീവനെ സ്വാതന്ത്ര്യത്തിലേക്ക് പറത്തിവിടുന്നത്. ആകാശത്തിൽ പറന്നു നടക്കുമ്പോൾ ഇതിലേത് പക്ഷിയാണ് അമ്മ, ഏത് പക്ഷിയാണ് അതിൻ്റെ കുഞ്ഞ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു, പക്ഷെ അതവിടെ അവസാനിച്ചു. ഇപ്പോൾ രണ്ടും തൻ്റെ പക്ഷങ്ങളിൽ വിശ്വസിക്കുന്ന രണ്ട് പക്ഷികൾ മാത്രം. അവർ ആകാശത്തിന് സ്വന്തം, അല്ലെങ്കിൽ ആകാശം അവർക്ക് സ്വന്തം. ശരിക്കും ഇത് തന്നെയല്ലേ ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത്? ഈ ചിറകുകൾ തന്നെയല്ലേ ആ ഗുരു നമുക്ക് ഏകുന്നത്? ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ഉദാഹരണം വരുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വീടിനടുത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാൻ ഇടയ്ക്കിടെ സന്ദർശിക്കുമായിരുന്നു. അപ്പോൾ ആ വീട്ടിലൊരു കുട്ടിയുണ്ട്, 12 വയസ്സോ മറ്റോ പ്രായമുള്ള ഒരു കുട്ടി. അരവിന്ദൻ എന്നാണ് പേര്. അപ്പോൾ മിക്ക ദിവസവും വൈകുന്നേരങ്ങളിലായിരിക്കും ഞാൻ അവിടെ ചെല്ലുക. ചെല്ലുമ്പോൾ ആ വീട് സംഗീത സാന്ദ്രമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, അരവിന്ദൻ ഗിറ്റാർ പഠിക്കുന്ന കാലമാണ്, പഠിച്ചു തുടങ്ങുന്ന കാലമാണ്. അപ്പോൾ അരവിന്ദനെ പഠിപ്പിക്കുന്നത് 10-25 വയസ്സുള്ള ഒരു യുവാവാണ്. ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് ഗിറ്റാറിൻ്റെ പാഠങ്ങൾ അഭ്യസിക്കുന്ന അല്ലെങ്കിൽ അഭ്യസിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു മിക്കപ്പോഴും ഞാൻ അവിടെ ചെല്ലുമ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. സംഗീത സാന്ദ്രമാണ് അവിടെ. പിന്നീട് മാസങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അധ്യാപകനെയും കാണുന്നില്ല, വിദ്യാർത്ഥിയെയും കാണുന്നില്ല. പകരം ഞാൻ അവിടെ കണ്ടത് 2 പേർ ഇരുന്ന് ഗിറ്റാർ വായിക്കുന്നു. 2 പേർ സ്വയം മറന്ന് ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുന്നു. അവിടമാകെ മനോഹരമായ സംഗീതത്തിന്റെ വീചികളാൽ നിറഞ്ഞിരിക്കുന്നു. 2 പേർ കണ്ണടച്ചും പാടിയും ഗിറ്റാർ വായിച്ചും ആനന്ദിച്ചു കൊണ്ടിരിക്കുന്ന 2 മനുഷ്യർ. ഇവരിൽ ആരാണ് ഗുരു, ആരാണ് ശിഷ്യൻ? ഒന്നും മനസ്സിലാകാൻ സാധിക്കാത്തൊരു കാഴ്ച. അല്ലെങ്കിൽ ആ ചോദ്യത്തിന് അവിടെ അർത്ഥമില്ല. അത്രയേറെ ആനന്ദത്തിൽ മുഴുകിയിരിക്കുമ്പോൾ, അത്രയേറെ സംഗീതത്തിൽ ആഴ്ന്നിരിക്കുമ്പോൾ, ആരാണ് മാഷ്, ആരാണ് കുട്ടി എന്നുള്ള ചോദ്യത്തിന് അവിടെ എന്ത് പ്രസക്തിയാണുള്ളത്? അവർ 2 പേരും പരസ്പരം സ്നേഹത്തോടെ, പരസ്പര ആദരവോടെ സംഗീതത്തെ സ്നേഹിക്കുന്നു, സംഗീതത്തിൽ മുഴുകിയിരിക്കുന്നു. മനോഹരമായ സംഗീതത്തെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മളെ എല്ലാം ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെയും മാസങ്ങൾ കടന്നുപോയി. ഞാൻ ഒരു ദിവസം ചെല്ലുമ്പോൾ അരവിന്ദൻ മാത്രം അവിടെയുണ്ട്. അപ്പോൾ ഞാൻ അരവിന്ദനോട് ചോദിച്ചു, എവിടെയാണ് മാഷ് എന്ന് ചോദിച്ചു. പറഞ്ഞു, മാഷ് പോയി, അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയായി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. മാഷ് തന്നെ പറഞ്ഞു, എനിക്കറിയാവുന്നതെല്ലാം ഞാൻ നിന്നെ പഠിപ്പിച്ചു. ഇപ്പോൾ നീ എന്നെപ്പോലെ മറ്റൊരു ഗിറ്റാറിസ്റ്റ് ആണ്. ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറഞ്ഞു തരാനില്ല. എനിക്കറിയാവുന്നതെല്ലാം തന്നെ ഞാൻ പകർന്നു തന്നു കഴിഞ്ഞു. ഇപ്പം നമ്മൾ തുല്യരാണ്. അരവിന്ദൻ മറ്റൊരു ഗിറ്റാറിസ്റ്റ് ആയി കഴിഞ്ഞു. ഇനി അരവിന്ദന് വേണമെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാം.
എനിക്ക് തുല്യനായി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒഴിഞ്ഞു പോവുകയാണ്. സ്വയം മാറിപ്പോവുകയാണ്. അദ്ദേഹത്തിന്റെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫീസ്, വരുമാനം ഇതൊക്കെ അദ്ദേഹത്തിന് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നാം. പക്ഷെ ആ സത്യസന്ധത, ആ ആർജവത്വം അതാണ് ആ ബന്ധത്തിന്റെ ഒരു ഡിഗ്നിറ്റി എന്ന് ആ മനുഷ്യന്റെ ഒരു ഡിഗ്നിറ്റി ആയി എനിക്ക് തോന്നിയത്. ആ മാഷ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഒരു ഡിഗ്നിറ്റി, ഒരു അന്തസ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഗുരുശിഷ്യ ബന്ധം. ബുദ്ധനോട് ചോദിക്കും, അങ്ങും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊരു ശിഷ്യൻ ചോദിക്കുമ്പോൾ ബുദ്ധൻ പറഞ്ഞു കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. വലിയ വ്യത്യാസമൊന്നും അവിടെ ഇല്ല, അല്ലെങ്കിൽ തീരെ വ്യത്യാസം അവിടെ ഇല്ല. ആകെയുള്ളത്, ഞാൻ ഉണർന്നു, നിങ്ങൾ ഇപ്പോഴും ഉറങ്ങുകയാണ്. ഞാൻ ഉണർന്നിരിക്കുന്നു, നിങ്ങൾ ഉണരാനുള്ള എല്ലാ സാധ്യതകളോടും കൂടി സുഷുപ്തിയിലാണ്. ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങൾക്ക് ഉണരാം. ഈ ഒരു ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാനൊരല്പം മുമ്പേ ഉണർന്നിരിക്കുന്നു. അല്പം മുമ്പേ ഞാൻ ബോധത്തെ തിരിച്ചു പിടിച്ചിരിക്കുന്നു. എനിക്കിപ്പോൾ സ്വന്തമായി ചിന്തിക്കാം, കാണാം. ഞാൻ സ്വപ്നങ്ങളിൽ നിന്നും ഉണർന്നിരിക്കുന്നു, യാഥാർത്ഥ്യത്തിലേക്ക് ഉണർന്നിരിക്കുന്നു. നിങ്ങളാകട്ടെ ഇപ്പോഴും സ്വപ്നങ്ങൾ കാണുന്നു, ഇപ്പോഴും സുഷുപ്തി അനുഭവിക്കുന്നു. ഈ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതാണ് ഒരു യഥാർത്ഥ ഗുരുവിൻ്റെ വാക്കുകൾ. ഇതാണ് ഒരു യഥാർത്ഥ ഗുരുവിൻ്റെ നിലപാടുകൾ. ഒരു യഥാർത്ഥ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പരിണിതി എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യമാണ്, ഈ ആനന്ദമാണ്, ഈ സ്വാശ്രയത്വമാണ്. എല്ലാവർക്കും എൻ്റെ ഗുരുപൂർണിമ ആശംസകൾ.